മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ലീഡേഴ്സ് മീറ്റിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. ഇന്നത്തെ സാഹചര്യത്തിൽ മോദി വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാഹചര്യം തീരെയില്ല. എന്നാൽ ഇന്ത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. കേരളത്തിൽ UDFന് 20-ൽ 20 സീറ്റും ലഭിക്കുമെന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളതെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ അതിശക്തമായ ജനവികാരമാണ് ഉയർന്നു വന്നിരിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. ഇന്ത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ നിലനിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇന്ന് BJP ഉയർത്തുന്ന വർഗീയ രാഷ്ട്രീയം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കേരളത്തിൽ പ്രധാനമന്ത്രി എത്ര തവണ കൂടുതൽ വരുന്നോ അത്രയും UDFന്റെ സാധ്യത വർദ്ധിക്കുകയാണ്. മോഡി കൂടുതൽ വരുന്തോറും ഞങ്ങളുടെ വോട്ടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മോഡിയെ നേരിടാൻ കഴിയുന്നത് കോൺഗ്രസിനും UDFനും മാത്രമാണ്. പ്രധാനമന്ത്രിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ മാത്രമാണ് വിമർശിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ മുഖമാണ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണ്. എന്ത് കൂട്ടുകെട്ടുണ്ടായാലും തൃശൂരിൽ K. മുരളീധരൻ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. കോൺഗ്രസിൽ നിന്ന് 1-2 പേർ പോയാലും പാർട്ടിക്ക് യാതൊരു ക്ഷീണവുമില്ല. മുരളി മന്ദിരം ദുരുപയോഗിക്കുന്നത് ശരിയല്ലെന്നും SDPI-യുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് O. രാധിക അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പോൾ മാത്യു, K. പ്രഭാത് എന്നിവർ സംസാരിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് എന്നിവരും ലീഡേഴ്സ് മീറ്റിൽ പങ്കെടുത്തു. TCV തൃശൂർ.